കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കഥകൾ പറയുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഐതിഹ്യമാലയിലെ കുട്ടഞ്ചേരി മൂസിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. കുട്ടഞ്ചേരി മൂസിൻ്റെ ഇല്ലത്ത് ജ്യേഷ്ഠാനുജന്മാരായി 2 പേരുണ്ടായിരുന്നു. ബുദ്ധി കൊണ്ടും ശാസ്ത്രജ്ഞാനം കൊണ്ടും 2 പേരും ഒരുപോലെയായിരുന്നെങ്കിലും ചികിത്സാവിധിയിൽ അനിയൻ മൂസായിരുന്നു പ്രസിദ്ധിയാർജിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ജ്യേഷ്ഠൻ മൂസിന് ഭാഗ്യവും കൈപുണ്യവും കുറവായിരുന്നു എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ കേരളീയ രാജാക്കന്മാർ ഓരോരുത്തരും അഷ്ടവൈദ്യന്മാരിൽ ആരെങ്കിലും ഒരാളെ സ്വന്തം വൈദ്യനാക്കി വെച്ച് ചില അനുഭവങ്ങൾ പതിവായി കൊടുത്തു വന്നിരുന്നു. അക്കൂട്ടത്തിൽ കൊച്ചി രാജാവ് തൻ്റെ പ്രധാന വൈദ്യനാക്കി വെച്ചത് കുട്ടഞ്ചേരി മൂസിനെയാണ്. അതിനായുള്ള പണവും കൊടുത്തു വന്നിരുന്നു. ചിലർക്ക് പുത്തരിച്ചോറുണ്ടാൽ വയറ്റിൽ സുഖക്കേടുണ്ടാകാറുണ്ടല്ലോ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യദേവനും അങ്ങനെയുള്ള ഒരാളാണത്രേ. അവിടേക്കും പുത്തരി നിവേദ്യം കഴിഞ്ഞാൽ സുഖക്കേടുണ്ടാകുമെന്നാണ് വെച്ചിരിക്കുന്നത്. കൂടൽമാണിക്യദേവന് ആണ്ടുതോറും പുത്തരി നിവേദ്യം തുലാമാസത്തിൽ തിരുവോണ ദിവസം മകരം രാശി സമയത്താണ് പതിവ്. അതുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു മുക്കിടി നിവേദ്യവും പതിവുണ്ട്. മുക്കിടി വയറ്റിൽ സുഖക്കേടിന് വിധിച്ചിട്ടുള്ളതാണല്ലോ. കൂടൽമാണിക്യദേവന് മുക്കുടിക്കുള്ള മരുന്നുകൾ അവിടെ കൊണ്ടുചെന്ന് ബ്രാഹ്മണരെ കൊണ്ട് അരപ്പിച്ച് പാകപ്പെടുത്തിച്ച് കൊടുക്കുന്നതിനുള്ള ചുമതല കുട്ടഞ്ചേരി മൂസിനാണ്. മൂസ് മരുന്നുകളും കൊണ്ട് പുത്തരിയുടെ തലേ ദിവസം ഇരിങ്ങാലക്കുട എത്തണം. മരുന്നുകൾ ഇല്ലത്തു നിന്ന് തന്നെ കൊണ്ടുപോവുകയാണ് പതിവ്. അവ എന്തെല്ലാമാണെന്ന് കുട്ടഞ്ചേരി മൂസന്മാർക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവർ ആ യോഗം അന്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഈ മുക്കുടി സേവിച്ചാൽ സകല രോഗങ്ങളും വിശേഷിച്ച് എല്ലാ ഉദര രോഗങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ മുക്കുടി നിവേദ്യ ദിവസം കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ദർശനത്തിനായി അസംഖ്യം ആളുകൾ ചെല്ലുകയും ചെല്ലുന്നവർക്കൊക്കെ മുക്കുടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ദിവ്യൌഷധം ദേവസ്വത്തിൽ നിന്ന് കൊച്ചി രാജകുടുംബത്തിലേക്കും എത്തിച്ചു കൊടുക്കുക പതിവാണ്. ഈ മുക്കുടി മരുന്നുകൾ കൊടുക്കാനുള്ള അവകാശം കുട്ടഞ്ചേരി മൂസിന് സിദ്ധിച്ചതിനെക്കുറിച്ചുള്ള കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം. പണ്ടൊരിക്കൽ ഒരു കുട്ടഞ്ചേരി മൂസ് തെക്കെവിടെയോ പോകുന്നതിനായി തൃശ്ശിവപേരൂർ വഴി പുറപ്പെട്ട് ഒരു ദിവസം ഏകദേശം 10 നാഴിക രാച്ചെന്ന സമയം ഇരിങ്ങാലക്കുട വടക്കുവശത്തുള്ള പാടത്തെത്തി. അപ്പോൾ ശരത്കാലമായിരുന്നതിനാൽ ചന്ദ്രിക നല്ലപോലെ പ്രകാശിച്ചിരുന്നതുകൊണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നതായി കണ്ടു. മൂസ് കടന്നുപോയപ്പോൾ അവിടെ ഇരുന്നിരുന്നയാൾ അദ്ദേഹത്തെ അടുക്കൽ വിളിച്ച് അദ്ദേഹം ആരാണെന്നും എവിടെ പോവുകയാണെന്നും മറ്റും ചോദിച്ചറിഞ്ഞതിൻ്റെ ശേഷം, ഇന്ന് പുത്തരിച്ചോറുണ്ടതുകൊണ്ട് എനിക്ക് വയറ്റിൽ സുഖമില്ല, കൂടെ കൂടെ വയറിളക്കി പോകുന്നു. ഇതാ ഇപ്പോൾ തന്നെ മലവിസർജനത്തിനായിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനാൽ മൂസ് ഒരു മുക്കുടിക്ക് വേണ്ടുന്ന മരുന്നുകൾ നാളെ രാവിലെ ബ്രാഹ്മണരെ കൊണ്ട് അരപ്പിച്ച് കൂടൽമാണിക്യ സ്വാമിയുടെ നടയിൽ വയ്പ്പിച്ചു കൊടുക്കണം. ശേഷം വേണ്ടുന്നതെല്ലാം അവിടെയുള്ളവർ ചെയ്തുകൊള്ളും. എന്നെ അവിടെ കണ്ടില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചു കൊള്ളണം എന്ന് പറയുകയും ഉടനെ അദൃശ്യനായി ഭവിക്കുകയും ചെയ്തു. അപ്പോൾ മൂസ് ഭയവിസ്മയപരവശനായിട്ട്, ഈ ആൾ കേവലം മനുഷ്യനല്ല, മനുഷ്യാകൃതി കൈക്കൊണ്ടിരിക്കുന്ന ഒരു ദേവനോ മറ്റോ ആയിരിക്കണം. ഒരു സമയം കൂടൽമാണിക്യ സ്വാമി തന്നെയാണെന്നും വരാം. ഏതായാലും ഈ ദിവ്യൻ പറഞ്ഞതുപോലെ ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഉടനെ കൂടൽമാണിക്യ ക്ഷേത്ര സന്നിധിയിലെത്തി. അന്ന് അവിടെ താമസിച്ചു. ആ രാത്രിയിൽ തന്നെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും മേൽശാന്തി മുതലായവർക്കും ഒരു സ്വപ്നമുണ്ടായി. അവർ ഉറങ്ങിക്കിടന്നിരുന്നപ്പോൾ ആരോ ഒരാൾ അടുക്കൽ ചെന്ന്, നാളെ രാവിലെ കുട്ടഞ്ചേരി മൂസ് ഇവിടെ വന്ന് ഒരു മുക്കുടിക്കുള്ള മരുന്നുകൾ അരപ്പിച്ച് നടയിൽ വയ്ക്കും. അതെടുത്ത് കലക്കി തിളപ്പിച്ച് മുക്കുടിയാക്കി നിവേദിക്കുകയും മരുന്നുകൾ കൊണ്ടുവരുന്നതിൻ്റെ പ്രതിഫലമായി മൂസിന് ദേവസ്വത്തിൽ നിന്ന് 101 പറ നെല്ല് കൊടുക്കുകയും ഇതും പതിവ് കണക്കിൽ ചേർത്ത് കൊല്ലം തോറും പുത്തരിയുടെ പിറ്റേ ദിവസം മുക്കുടി നിവേദ്യം പതിവായി നടത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞതായി തോന്നി. അവർക്കെല്ലാവർക്കും ഈ സ്വപ്നമുണ്ടായത് ഒരേ സമയത്തും ഒരേ വിധത്തിലുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും ഈ സംഗതി പരസ്പരം പറയുകയും ദേവസ്വക്കാർ ഒരു പ്രശ്നക്കാരനെ വരുത്തി കൂടൽമാണിക്യ സ്വാമിയുടെ നടയിൽ വെച്ച് പ്രശ്നം വയ്പ്പിച്ച് നോക്കിക്കുകയും അവരുടെ അടുക്കൽ ചെന്ന് മേൽപ്പറഞ്ഞ പ്രകാരം പറഞ്ഞത് കൂടൽമാണിക്യ സ്വാമി തന്നെയാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും അപ്പോഴേക്കും കുട്ടഞ്ചേരി മൂസ് മരുന്നുകൾ അർപ്പിച്ച് നടയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും തലേ ദിവസം രാത്രിയിൽ ഒരാൾ പാടത്ത് വെച്ച്
തന്നോട് പറഞ്ഞ വിവരം ദേവസ്വക്കാരെയും മറ്റും ഗ്രഹിപ്പിക്കുകയും ശാന്തിക്കാർ ആ മരുന്നെടുത്ത് മുക്കുടിയാക്കി ദേവന് നിവേദിക്കുകയും ദേവസ്വക്കാർ മൂസിന് 101 പറ നെല്ല് കൊടുക്കുകയും അത് പതിവായി തീരുകയും ചെയ്തു. കുട്ടഞ്ചേരി മൂസന്മാർ വൈദ്യശാസ്ത്രം അഭ്യസിച്ചു കഴിഞ്ഞാൽ നെല്ലുവായി ക്ഷേത്രത്തിൽ ചെന്ന് ഒരു സംവത്സരം ഭജിച്ചതിന് ശേഷമേ ചികിത്സകൾ ചെയ്തു തുടങ്ങാറുള്ളൂ. ഇതിനുള്ള കാരണവുമായി ബന്ധപ്പെട്ട കഥയും ഇവിടെ പറയുന്നു. ഒരു കാലത്ത് കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്ത് ജ്യേഷ്ഠാനുജന്മാരായി 2 പേരുണ്ടായിരുന്നു. ബുദ്ധിയും ശാസ്ത്രജ്ഞാനവും ആ 2 പേർക്കും ഒരുപോലെ തന്നെയായിരുന്നു. എങ്കിലും ജ്യേഷ്ഠൻ മൂസിന് ഭാഗ്യവും കൈപുണ്യവും വളരെ കുറവായിരുന്നു. അതിനാൽ ചികിത്സാ വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രസിദ്ധിയും പ്രചാരവും അനുജൻ മൂസിനെ പോലെ ഉണ്ടായിരുന്നില്ല. രോഗവിവരങ്ങൾ അറിയിക്കുന്നതിനായും രോഗികളെ കാണിക്കുന്നതിന് മൂസിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനായും ഇല്ലത്ത് വരുന്നവരാരും ജ്യേഷ്ഠൻ മൂസിനെ അന്വേഷിക്കുകയും കാണുകയും ചെയ്തിരുന്നില്ല. എല്ലാവരും അനുജൻ മൂസിനെ തന്നെയാണ് കാണുകയും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നത്. അങ്ങനെയിരുന്ന കാലത്ത് അക്കാലത്തെ സാമൂതിരിപ്പാട്ടിലേക്ക് എന്തോ രോഗം ബാധിക്കുകയായി അനുജൻ മൂസിനെ കൂട്ടിക്കൊണ്ടു ചെല്ലാനായി ആളെ അയച്ചു. അയക്കപ്പെട്ടയാൾ മൂസിന്റെ ഇല്ലത്ത് ചെന്നപ്പോൾ അനുജൻ മൂസ് അവിടെ ഇല്ലായിരുന്നു. അതിനാൽ ആ ആൾ ജ്യേഷ്ഠൻ മൂസിനെ കണ്ട് വിവരം പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ മൂസ് ഇപ്രകാരം: അനുജൻ ഇപ്പോൾ ഇവിടെയില്ല, ദൂരെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. മടങ്ങി വരുന്നതിന് ഏതാനും ദിവസത്തെ സമയവുമെടുക്കും. അതിനാൽ ഞാൻ നിങ്ങളോടുകൂടി വന്നേക്കാം. ഉടനെ ആ വന്നയാൾ അത് വേണമെന്നില്ല, അനുജൻ മൂസിനെ കൊണ്ടുചെല്ലണമെന്നാണ് കൽപ്പന. ഇതും പറഞ്ഞ് അയാൾ മടങ്ങിപ്പോയി. ജ്യേഷ്ഠൻ മൂസിന് അപാരമായ മനസ്താപമുണ്ടായി. കഷ്ടം ഈശ്വര, എൻ്റെ സ്ഥിതി ഇങ്ങനെയായല്ലോ. ഞാനും അനുജനും പഠിച്ചിട്ടുള്ളത് ഒരുപോലെയാണ്. എങ്കിലും എന്നെ ആർക്കും ആവശ്യമില്ല. എല്ലാവർക്കും അനുജൻ മതി. ഈ സ്ഥിതിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ഇങ്ങനെയായി പോയത് എനിക്ക് അനുജനുള്ളതുപോലെ ഈശ്വര സഹായമില്ലായിട്ടായിരിക്കും. അതിനാൽ ഇവിടെ ഈശ്വരനെ സേവിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ഇല്ലത്തിന് സമീപമുള്ള നെല്ലുവായി ക്ഷേത്രത്തിൽ ചെന്നു. വലിയ നിഷ്ഠയോടുകൂടി ഭജനം തുടങ്ങി. അലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരിയിലുള്ള ഇല്ലത്തു നിന്ന് ഏകദേശം 6 നാഴിക പടിഞ്ഞാറാണ് നെല്ലുവായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ വിചാരിച്ച ദിവസം തന്നെ അദ്ദേഹത്തിന് ഭജനം തുടങ്ങാൻ സാധിച്ചു. ഒരു സംവത്സരം ഭക്തിപൂർവ്വം ധന്വന്തരിയെ സേവിച്ചതിന്റെ ശേഷം ജ്യേഷ്ഠൻ മൂസ് മടങ്ങി ഇല്ലത്തെത്തി. അക്കാലം മുതൽ അദ്ദേഹത്തെ കാണാൻ രോഗികൾ ധാരാളമായി വന്നു തുടങ്ങുകയും അദ്ദേഹം ചെയ്ത ചികിത്സകളെല്ലാം ശരിയായി ഫലിച്ചു തുടങ്ങുകയും ചെയ്തു. ക്രമേണ അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകത്തിൽ സർവത്ര വ്യാപിച്ചു. ജ്യേഷ്ഠൻ മൂസ് ചികിത്സിച്ചാൽ അസാധ്യ രോഗങ്ങളും ഭേദമാകുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്ക് പരക്കെ ഉണ്ടായിത്തീരുകയും ചെയ്തു. ഒരു കൊല്ലത്തിനു മുമ്പ് സാമൂതിരിപ്പാട്ടിലേക്ക് ആരംഭിച്ചിരുന്ന ദീനം അനുജൻ മൂസിന്റെ ചികിത്സ കൊണ്ട് സ്വല്പം ശമിച്ചിരുന്നുവെന്നല്ലാതെ അപ്പോഴും നല്ലപോലെ ഭേദമായിരുന്നില്ല. അതിനാൽ സാമൂതിരിപ്പാട്ടിൽ ആളെ അയച്ച് ജ്യേഷ്ഠൻ മൂസിനെ കൊണ്ടുപോയി. ജ്യേഷ്ഠൻ മൂസിന്റെ ചികിത്സ കൊണ്ട് സാമൂതിരിപ്പാട് അജിരേണ പൂർണ്ണസുഖത്തെ പ്രാപിക്കുകയും അക്കാലം മുതൽക്കാണ് കുട്ടഞ്ചേരി മൂസന്മാർ വൈദ്യശാസ്ത്രം അഭ്യസിച്ചു കഴിഞ്ഞാൽ നെല്ലുവായിൽ ക്ഷേത്രത്തിൽ സംവത്സര ഭജനം കൂടി കഴിഞ്ഞിട്ടേ ചികിത്സിച്ച് തുടങ്ങാവൂ എന്നുള്ള ഏർപ്പാട് വെച്ചത്.